വിധിയെഴുത്തിന്റെ രേഖകളിൽ എവിടെയോ തട്ടി താളം പിഴച്ചുപോയ ഒരു യുവാവിന്റെ ജീവിതത്തിന്റെ നേർക്കാഴ്ച അവിചാരിതമായാണെങ്കിലും സിടിയുടെ ക്യാമറ കണ്ണുകളിലേക്ക് വന്നു കയറുകയായിരുന്നു. 5 വർഷങ്ങൾക്ക് മുമ്പ് തട്ടാമല സ്കൂളിന് സമീപം വെച്ചുണ്ടായ ഒരു അപകടത്തിൽ നഷ്ടമായത് നിഷാം എന്ന ഈ യുവാവിന്റെ ജീവിതം മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ അത്താണി കൂടിയാണ്. വിവാഹം കഴിഞ്ഞ് 10ാം മാസമാണ് അപകടമുണ്ടായത്. അപ്പോൾ നിഷാമിന്റെ ഭാര്യ 7 മാസം ഗർഭിണിയായിരുന്നു. അപകടത്തിന് ശേഷം കുറച്ചുനാൾ ഭാര്യ കൂടെയുണ്ടായിരുന്നെങ്കിലും ജീവിതം പ്രാരാബ്ധമായി തുടങ്ങിയപ്പോൾ ഭാര്യയും നിഷാമിനെ തനിച്ചാക്കി അവരുടെ വഴിക്ക് പോയി. ഇപ്പോൾ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു ഉമ്മ മാത്രമേ കൂട്ടിനുള്ളൂ. 9 വർഷങ്ങൾക്ക് മുമ്പ് ആ ഉമ്മയുടെ ഭർത്താവും മരണപ്പെട്ടുപോയി. പിന്നെ ആകെയുള്ള ആശ്രയമായിരുന്നു ഈ ഉമ്മയുടെ മൂത്ത മകൻ. കഴിഞ്ഞ 30 ദിവസങ്ങൾക്ക് മുമ്പ് മകനും മരണപ്പെട്ടു. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവർ ചികിത്സയുടെ കാര്യങ്ങൾക്കും ഭക്ഷണത്തിന്റെ കാര്യങ്ങൾക്കുമായി ഏറെ ബുദ്ധിമുട്ടുകയാണ്. ഉണ്ടായിരുന്ന സ്വന്തം വീട് വിറ്റ് ചികിത്സ നടത്തി. ഇപ്പോൾ ഇവർ അയത്തിലെ മുള്ളുവിളയിൽ വാടക വീട്ടിലാണ്. മാസം 25,000-ഓളം രൂപ ചികിത്സാ ചെലവുണ്ട്. നിഷാമിന്റെ പ്രാഥമിക കാര്യങ്ങൾ നിറവേറ്റുന്നത് വയറ്റിൽ ഘടിപ്പിച്ച ട്യൂബ് വഴിയാണ്. ആ ട്യൂബാകട്ടെ കാലപ്പഴക്കം ചെന്നിരിക്കുന്നു. 15,000-ഓളം രൂപ വിലയുള്ള ഈ ട്യൂബ് വാങ്ങാൻ പോലും ഇപ്പോൾ ഇവർക്ക് നിവൃത്തിയില്ല. കടപ്പാടം പോലും ഇല്ല. 2.5 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നതൊക്കെ വിറ്റ് മോന് വേണ്ടി ചികിത്സിച്ചു. ഇപ്പൊ പല സഹായത്തിലാണ് ജീവിതം. വാടക വീട്ടിലായി ചലനശേഷി നഷ്ടപ്പെട്ട ഈ മോനെയും കൊണ്ട് വീട് കയറി ഇറങ്ങി നടക്കുക. ഞങ്ങൾ കിടപ്പാടമില്ലാതെ വാടക വീട്ടിലാണ്. ഇപ്പം വീട് വിറ്റതിന് ശേഷം 2 വീട് മാറി. ഇനിയിപ്പോ ഈ വീട് ഇപ്പൊ മാറി കൊടുക്കണം എന്നാണ് പറയുന്നത്. പിന്നെ മോന് കൊടുക്കാനുള്ള മരുന്നും അതിനുള്ള ജ്യൂസുകളും അതിലൊന്നും നിവർത്തിയില്ല. ആരെങ്കിലും വന്ന് മകനെ കണ്ടെല്ലാം കൊടുത്താണ് ആ ജീവിതം നയിക്കുന്നത്. കിടപ്പാടമില്ലാതെ വാടക കൊടുക്കാനും നിവർത്തിയില്ല. എന്തെങ്കിലും ഒരു സഹായമൊക്കെ ചെയ്യുന്നൊരു മകനും ഇപ്പം മരിച്ച്. അത്ര നിവർത്തികേടാണ്. ഭാര്യ ഉണ്ടായിരുന്ന ഭാര്യയെ പോയി നോക്കാൻ വയ്യെന്നും പറഞ്ഞു പോയി. 2 വർഷമായി. ഒരു മകനുണ്ട് 5 വയസ്സുള്ള. ആ മകനെയും കൊണ്ടങ്ങ് പോയി. അപ്പൊ ഞാനാണ് അവനെ നോക്കുന്നത്. ഈ കുടുംബത്തെ സഹായിക്കാൻ സന്മനസ്സുള്ളവർ 95 67 34 19 20 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഒരുപക്ഷെ ഈ കാഴ്ച ഞങ്ങളിലേക്ക് എത്തിച്ചത് സന്മനസ്സുള്ളവർക്ക് സഹായിക്കാനായിരിക്കാം. ആരെങ്കിലും സഹായിച്ച് തന്റെ മകന്റെ ജീവനെങ്കിലും നിലനിർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ ഉമ്മ. ഷിബിൻ ഷാ, ന്യൂസ് ഡെസ്ക്, CTV.